ഒരു തോർത്തുണ്ടായിരുന്നു വീരാനിക്കാക്ക് കിട്ടിയത്, കുടുംബപരമായിട്ട് കിട്ടിയ തോർത്താ. ഈ തോർത്ത് ഒരു ദിവസം വീരാനിക്ക വന്ന് നോക്കിയപ്പോ കീറിയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ആരാടെ ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞപ്പൻ കീറിയാന്ന് പറഞ്ഞു. ഇത് തന്നെയാ വീരാനിക്കൻ ചോദിച്ചേ, അതാരാന്ന്. പിന്നെ അത് ചോദിച്ചിട്ട് പുള്ളിയാണ് പ്രശ്നമായി. ഞാൻ പറഞ്ഞു, എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയാന്ന്. അപ്പൊ പുള്ളി പറയാ, ആഹാ, ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറണമെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ, അതാണ് അറിയേണ്ടത്. അങ്ങനെ പ്രശ്നമായി. വഴക്കാട് മൂത്തില്ല, എന്നെ ഇടിക്കുന്നുള്ള നിലയെത്തിയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തോർത്ത് എടുത്തുകൊണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു. അപ്പൊ സോപ്പ് കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ കൂട് കയറി പോയത്. അങ്ങനെ സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ തമാശകള കൂട്ട് 25,000. ബ്രിഡ്ജ് പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോലെ. അതില്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച് വയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈല് അയ്യോ, അംഗൻവാടി പോയി പഠിക്കണ്ടായോ? ഇല്ല, വിടത്തില്ല. പറയട്ടെ, അംഗൻവാടി പോയി പഠിച്ച് അടങ്ങിയിരിക്കാവോ? പക്ഷെ പഠിക്കണ്ടായോ മോക്ക്? എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മല മറിക്കുന്ന പണി? മല മറിക്കാൻ ഇത്രയും പ്രയാസമില്ല. തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോന്ന് ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായി പോകും. ഇതെന്തോന്നാണ് അപ്പനെ? എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. നീ എന്റെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടുക്കളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണി ചെയ്യാൻ സാധിക്കുള്ളൂ. അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. എനിക്കിപ്പോ ഊണെന്താ റെഡിയാത്തതെന്ന് രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? ചൂടാക്കിയില്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? അത് ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്? കഴുകി വെച്ച് അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തയോട് എന്ന് പറഞ്ഞാൽ മതി. തന്തയോട് തന്നെയാ പറയുന്നത്. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട.